അതെ, സഖാവ് പുഷ്പൻ ജ്വലിക്കുന്ന ഓർമ്മയായി മാറുകയാണ്. നമുക്കിടയിൽ കഴിഞ്ഞ 30ഓളം വർഷം കരുത്തായി, ഊർജമായി, വഴികാട്ടിയായി സഖാവ് പുഷ്പൻ ഉണ്ടായിരുന്നു. ഇന്ന് 3:30 അദ്ദേഹം വിടവാങ്ങിയിരിക്കുകയാണ്, യാത്ര പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വരുംകാല സംഘടനാ പ്രവർത്തനത്തിന്, പൊതുപ്രവർത്തനത്തിന് എല്ലാം കരുത്തായി ഞങ്ങളോടൊപ്പം ഉണ്ടാകും. കേരളത്തിലെ പോരാളികളുടെ പോരാളിയായിട്ടാണ് സഖാവ് പുഷ്പൻ അറിയപ്പെട്ടിരുന്നത്. ഭരണകൂടത്തിൻ്റെ ക്രൂരമായ വേട്ടയാടലുകൾക്ക് ഇരയായ സഖാവ് പുഷ്പൻ തൻ്റെ സഖാക്കളോടൊപ്പം 5 പേർ നഷ്ടപ്പെട്ട ആ സമരത്തിൽ പങ്കെടുത്ത് വെടിയേറ്റ സഖാവ് ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ, സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാതെ ബെഡിൽ കിടക്കുന്ന സമയത്ത് പോലും തൻ്റെ ചുറ്റും നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള, എല്ലാം മനസ്സിലാക്കി ഇടപെടാൻ ശ്രമിക്കുന്ന സഖാവ് പുഷ്പൻ ഓരോ സമയത്തും ഞങ്ങളോടൊക്കെ സൗഹൃദവും ഞങ്ങളോടൊക്കെ സ്നേഹവും കാത്തുസൂക്ഷിച്ച സഖാവ് പുഷ്പനെയാണ് നമുക്ക് നഷ്ടമായത്. ഈ ഭരണകൂട ഭീകരത ഈ നാടിന് മുമ്പിൽ അവതരിപ്പിച്ചത് സഖാവ് പുഷ്പനിലൂടെ നമുക്ക് ഓർക്കാൻ പറ്റുന്നതാണ്. കോൺഗ്രസിൻ്റെ ഭരണത്തിലെ ഇടപെടലുകൾ, പോലീസിനെ ഉപയോഗിച്ചുള്ള സമര പോരാട്ടങ്ങളെ തകർക്കുന്നത് എല്ലാം നമ്മളന്ന് കൂത്തുപറമ്പിൽ കണ്ടതാണ്. ആ ഓർമ്മകളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. ആ ഓർമ്മകൾ ഇന്നും ഈ സമൂഹത്തിൽ സഖാവ് പുഷ്പനിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പുഷ്പൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, പുഷ്പൻ്റെ സംഘടനയുടെ രാഷ്ട്രീയം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച് ആ രാഷ്ട്രീയം ഈ നാട്ടിലാകെ പടർത്തുന്നതിന്, വ്യാപിപ്പിക്കുന്നതിന് നന്നായി ഇടപെടാനും നന്നായി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സഖാവായിരുന്നു സഖാവ് പുഷ്പൻ. അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ എന്നും കരുത്തായി നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ